Hi guys, again welcome back to Hack for Tech. Hack for Tech ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന വീഡിയോസ് കുറച്ച് പൈത്തൺ ബേസ്ഡ് ആയിരിക്കും. പൈത്തൻ്റെ ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കോഡിങ്ങുകളും എങ്ങനെ കോഡ് ചെയ്യാം. ഇത് ഫുള്ളി ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും, ബേസിക് മാത്രം. അതായത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ പൈത്തൺ കോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ പൈത്തൺ SDKയും അതുപോലെ തന്നെ IDEയും പൈത്തൺ റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൈത്തൺ കോഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇനിയുള്ള വീഡിയോയിൽ പൈത്തൻ്റെ കുറച്ച് കാര്യങ്ങൾ, പൈത്തൺ എന്താണെന്നും അതുപോലെ തന്നെ പൈത്തൻ്റെ ഫങ്ഷൻസും ലൈബ്രറീസും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയും കോഡിങ്ങുകളെ പറ്റിയും എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം, ഒരു ബിഗിനറിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കോഡിങ് എന്നതിനെപ്പറ്റി മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ടാണ്. സോ ഇതിനകത്ത് നമുക്ക് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് IDE ഒരു എൻവയോൺമെൻറ്റ്, നമ്മൾ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പൈത്തൺ SDK ഇൻസ്റ്റാളേഷൻ, ഇത് രണ്ടും ഫസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈത്തണിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു SDKയും അതുപോലെ തന്നെ പൈത്തൻ്റെ പൈച്ചാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വിൻഡോസിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഐ പ്രിഫർ യു, നിങ്ങൾ വിൻഡോസിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ആൻറ്റിവൈറസിൻ്റെ ഇഷ്യൂസ് കാണും. കാരണം വിൻഡോസ് ഡിഫൻഡർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഐ പ്രിഫർ യു, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലിനക്സ് ആയിരിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലിനക്സിൽ ഉബണ്ടുവോ കാലിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം വിൻഡോസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വിൻഡോസിൻ്റെ എങ്ങനെയാണ് വിൻഡോസിലൊരു പൈച്ചാമാണ് IDE ഒരു എൻവയോൺമെൻ്റ് ആണ്. അതുപോലെ തന്നെ പൈത്തൺ SDKയും ഇൻസ്റ്റാളേഷനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ, ഫസ്റ്റ് പാർട്ട്. നമ്മുടെ അടുത്തൊരു പാർട്ടിനകത്ത് വരുന്നത് ബേസിക് പൈത്തൺ എന്താണെന്നും അതുപോലെ തന്നെ വിർച്വൽ മെഷീൻ എന്താണെന്നും എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാമെന്നും എങ്ങനെ കോഡിങ്ങിൻ്റെ സ്റ്റെപ്സ് അതുപോലെ തന്നെ ബിഗിനർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പൈത്തൺ SDK ഇൻസ്റ്റാൾ ചെയ്യണം. പൈത്തൺ SDK ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ നെറ്റ് സെർച്ച് ചെയ്താൽ മതി. പൈത്തൺ ഇൻസ്റ്റാളേഷൻ ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, നേരെ സെർച്ചിങ് ബാറിലോട്ട് ഗൂഗിൾ ക്രോം എടുക്കുക. ഇതിന് മുന്നേ നമ്മൾ ഇൻസ്റ്റാളേഷന് മുന്നേ നമ്മൾ വിൻഡോസ് ഡിഫൻഡറും അതുപോലെ തന്നെ റിയൽ ടൈം പ്രൊട്ടക്ഷനും ഓഫ് ചെയ്തിട്ടുണ്ടാണ്. ഇല്ലെങ്കിൽ ആൻറ്റിവൈറസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്യേണ്ടതാണ്. വിൻഡോസ് ഡിഫൻഡറും അതുപോലെ തന്നെ ഫയർവാൾസും എനേബിൾ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സെർച്ചിങ് ബാറിൽ പൈത്തൺ ഫോർ വിൻഡോസ് സെർച്ച് ചെയ്യുക. പൈത്തൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുക്കുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 34 ബിറ്റിൻ്റെ വിൻഡോസ് 32 ബിറ്റിൻ്റെയും 64 ബിറ്റിൻ്റെയും ഉണ്ട്. ഇതിൽ ഏതെടുത്താലും നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. 64 ബിറ്റിൻ്റെ OS ആണെങ്കിൽ, വിൻഡോസ് ആണെങ്കിൽ 64 ബിറ്റ് തന്നെ എടുക്കണം. ഓക്കെ, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസ് 64 ബിറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു 7.8 MB സിപ്പ് ഫയലാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനിയും IDE, അതായത് നമ്മൾ പൈച്ചാം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എൻവയോൺമെൻ്റ് ആണ് കോഡിങ് ചെയ്യാനുള്ള. അപ്പം നമുക്ക് ഇനിയും അടുത്തത് അതുകൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇൻസ്റ്റാളേഷനിലോട്ട് പോവാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നേരെ ഇങ്ങനൊരു ഫോൾഡർ ഓൺ ആവുന്നതായിരിക്കും. extract all, extract.
ഇനിയും ഇൻസ്റ്റാളേഷനാണ്. ഓക്കെ, അപ്പം പൈത്തൺ ഇൻസ്റ്റാളേഷനാണ് 64 ബിറ്റിൻ്റെ. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം python.exe ഫയലുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കത് റൺ ചെയ്യിച്ച് നോക്കാം അത് വർക്കിംഗ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം പ്രിൻ്റ് ഡബിൾ കോഡ്സിനകത്ത് ഹെലോ എന്ന് കൊടുക്കാം. എൻ്റർ കൊടുത്തു. ഓക്കെ, നോട്ട് ഫൗണ്ട്, സോറി. ഹലോ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് റണ്ണിങ് ആണ്. നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. എന്നതിന് ശേഷം ഇനി നമുക്ക് IDE അതായത് പൈച്ചാം ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനത് സ്ലോ ആയിട്ട് കഴിഞ്ഞ വീഡിയോ പോർഷൻ പൈത്തൺ ഇൻസ്റ്റാളേഷൻ കാണിച്ചത്. നിങ്ങൾക്ക് ആ ഒരു ഫയലിൽ പോയി ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനിയും പൈച്ചാം അതാണ് നമ്മൾ IDE ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു എൻവയോൺമെൻ്റ് ആയിട്ട്. ഓക്കെ, പൈച്ചാം ഫോർ വിൻഡോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡിങ് ഓപ്ഷൻ. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് പ്രൊഫഷണലും ഉണ്ട്, ഒന്ന് കമ്മ്യൂണിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കിന് പ്രൊഫഷണലിന് വരുന്നത് ട്രയൽ വേർഷൻ ഉണ്ട്. അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പൈച്ചാം ആപ്ലിക്കേഷനകത്ത് ജെറ്റ് ബ്രൈസിനകത്ത് നമുക്ക് ഒരു സ്റ്റുഡൻസിന് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കോളേജിൻ്റെ ഐഡിയോ അതല്ലെങ്കിൽ കാണിച്ചു തരാം. ടീംസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിനകത്ത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഈ ഒരു ജെറ്റ് ബ്രൈസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം കമ്മ്യൂണിറ്റി വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡൗൺലോഡ് കൊടുക്കുക. അതിപ്പം ഡൗൺലോഡ് ആവുന്നുണ്ട് പൈച്ചാം. നമ്മളിത് ഒരു കമ്മ്യൂണിറ്റി വേർഷനാണ് എടുത്തേക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്യാത്തൊരു വേർഷൻ. അതുകൊണ്ട് 349 MB ഉണ്ട്, ചെറിയൊരു ഫയലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ID ഉണ്ടെങ്കിലേ മാത്രമേ നമുക്കത് റൺ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എൻവയോൺമെൻറ്റിൽ ഇതൊന്ന് ഡൗൺലോഡ് ആവട്ടെ. ഓക്കെ, ഓക്കെ, ആ ഫയൽ ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വിൻഡോസിൽ ആൻറ്റിവൈറസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാളേഷനോട് പോവാം.
ഓക്കെ, പൈച്ചാമിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. അപ്പം ഏസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ടു കണ്ടിന്യൂ. പിന്നെ റിക്വയർഡ് സ്പേസ് ലൊക്കേഷനൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് നോക്കുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ക്രിയേറ്റീവ് അസോസിയേഷൻ 64-bit ലോഞ്ചർ. നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ദെൻ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിച്ച് നോക്കണം. എന്നതിന് ശേഷം നമ്മൾ നാളത്തെ വീഡിയോ തൊട്ടാണ് പൈത്തണിൻ്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ ലൈബ്രറീസ്, വിർച്വൽ മെഷീന്, മൊഡ്യൂൾസ്, അതുപോലെ തന്നെ നമ്മൾ കോഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം നാളത്തെ ഒരു വീഡിയോയിലാണ്. കാരണം ഇതും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കോഡിങ്ങും ലൈബ്രറീസും പോലുള്ള കാര്യങ്ങളോടെ ഈ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെന്തി വീഡിയോ ആയിപ്പോവും. ഓക്കെ, അപ്പം അടുത്തൊരു പാർട്ടിലാണ് നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ബിഗിനർ അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ പൈത്തൺ എങ്ങനെ എളുപ്പം നമുക്ക് പഠിക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പൈത്തൺ തന്നെ അറിയപ്പെടുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ്. പൈത്തനകത്ത് നമുക്ക് ഈസി ആയിട്ട് സോ പവർഫുള്ളാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് കോഡ് ചെയ്യാനും ഈസി ആയിട്ട് ലേൺ ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിപ്പം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വീഡിയോ വർക്ക്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ റണ്ണിങ് എല്ലാം ഫിനിഷായി. ഓക്കെ, നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഇത് മേ ബി നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി റീബൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ടു ഓപ്പൺ. ജസ്റ്റ് ഇനി അവരുടെ ഒരു എഗ്രിമെൻറ്റ് പോളിസീസ് ആണ്, അത് ജസ്റ്റ് എഗ്രി കൊടുക്കുക. ദെൻ കണ്ടിന്യൂ. ഡാറ്റ ഷെയറിംഗ് ആണ്, ഡോണ്ട് സെൻഡ്. ഓക്കെ, ദെൻ പൈച്ചാം ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മളിത് കമ്മ്യൂണിറ്റി വേർഷനാണ് എടുത്തേക്കുന്നത്. സോ ഇതിൻ്റെ ഫുള്ളൊരു ഇതായിട്ട് നമുക്ക് കിട്ടില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ID യൂസ് ചെയ്ത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അത് ഇവരുടെ സൈഡിലെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിന്. അത് നിങ്ങളുടെ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കോളേജിൻ്റെ മെയിൽ ചെയ്യുക. ഓക്കെ, ദെൻ കൊടുക്കേണ്ടത് ന്യൂ പ്രോജക്റ്റ്. ഇത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മളിത് വേറെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നത്. ന്യൂ പൈത്തൺ പ്രോജക്റ്റ്, അവിടെ ഒരു എന്തെങ്കിലും പേര് കൊടുക്കുക. ജസ്റ്റ് ഹാക്ക് ഫോർ ടെക് എന്ന് കൊടുക്കാം. ഹാക്ക്. ഓക്കെ, വിർച്വൽ മെഷീൻ എന്താണെന്നുള്ളതും എല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കാം. നമ്മുടെ പ്രൊജക്റ്റ് ലോഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹലോ എന്ന് പറഞ്ഞൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. പിന്നെ ഈ ആൻറ്റിവൈറസും കാര്യങ്ങളെല്ലാം അതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാവും. ഇതെല്ലാം സ്കിപ്പ് ചെയ്തിടുക. അതല്ല, നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്തിടുക. ഡോണ്ട് ഷോ ടിപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യുക. നമ്മളതിനെ നോക്കിയത് കൊണ്ടാണ് ഒന്നും അങ്ങനെ വീഡിയോ ഇടാത്തത്. ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ,
അപ്പോൾ നേരെ ഇൻസ്റ്റാളേഷനോട് പോവാണ്. ഇപ്പോൾ എന്തുവാ പൈത്തൺ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ല. കാരണം പൈത്തൺ ബേസാണ്, പൈത്തൺ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റാണ് നല്ലപോലെ. ഓക്കെ, അതൊന്ന് ഫിനിഷ് ആവട്ടെ, കുറച്ച് ടൈം എടുക്കും. നമ്മൾ നേരത്തെ ഇട്ടുന്ന ഫയൽ ഇൻസ്റ്റാളേഷനാണ്. നമ്മൾ ഒരു പെർമിഷൻ കൊടുത്താൽ മാത്രമേ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമ്മൾ ടാസ്ക് ബാറിൽ പോയിട്ട് പെർമിഷൻസ് അലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം പൈത്തൺ പ്രോഗ്രാമിംഗ് കോഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് ആവശ്യമാണ്. അതുപോലെ 2 ടൂൾസാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. നമ്മൾ നാളത്തെ വീഡിയോ മുതലാണ് പൈത്തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ, നമ്മുടെ അടുത്ത സെക്ഷൻ പൈത്തൺ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള പൈത്തൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് ഇറ്റ്സ് മീ ഹാരിഷ് സൈനിങ് ഓഫ്.